ഇന്ന് വരാനാ ആൻറ്റി പറഞ്ഞത്. ഓ, ആൻറ്റി പറഞ്ഞായിരുന്നു താനിന്ന് വരുമെന്ന്. വീട് എവിടെയാപ്പോൾ? അല്ല, വീട്ടിലോട്ട് 2 മണിക്കൂർ ബസ്സിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം മൈഗ്രെയിൻ ഒക്കെ അതൊക്കെ പിന്നെ വീടെടുത്താണ് പിന്നെ എന്തിനാ ഹോസ്റ്റലിലേക്ക് വന്ന് പറയുന്നുണ്ടെന്നും തോന്നില്ല. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാളെയും കൂടെ കൂട്ടി ഇപ്പോൾ ഈ റൂമിൽ 6 പേരായി. 6 പേര് കുറച്ച് കൺജസ്റ്റഡ് ആണ്. പക്ഷേ വാർഡൻ പറഞ്ഞാൽ പിന്നെ കേൾക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആ കോർണറിലുള്ള ബെഡാണ് തൻ്റെത്. പിന്നെ മുടി ചെയ്യുമ്പോൾ പുറത്ത് പോയി ചെയ്യണം. ഞങ്ങളാരും ഇവിടെ നിന്ന് മുടി ചെയ്യാറ്. പിന്നെ കഴിച്ച പാത്രം അപ്പം തന്നെ പുറത്തുകൊണ്ട് കഴുകി വെക്കണം. മുറിയിൽ വെക്കുക, വേസ്റ്റ് ഇടുക, അതൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. കബോർഡ്സ് ഇപ്പോൾ തരാൻ നിർവാഹമില്ല. ഞങ്ങളുടെ എല്ലാ സാധനം വെച്ചിരിക്കും. ഇത്ര നാളത് എം ടി ആയിട്ട് കിടക്കുമായിരുന്നല്ലോ. ഉള്ള സമയം പോലെ ഞങ്ങൾ കബോർഡ് ഒഴിച്ചിടാം. അപ്പോൾ ഇയാൾ വെച്ചു. അതുവരെ ഇയാളുടെ ബാഗിൽ തന്നെ വെച്ചോളൂ. അധികം സാധനമൊന്നും ഇല്ലല്ലോ. പിന്നെ ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ദയവായിട്ട് മുറിയിൽ നിന്ന് കിന്നിരിക്കാനൊന്നും നിൽക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾ പുറത്ത് പോവുകയെ ഹോളിൽ പോയി എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് ഫോം വിളിക്കും. പിന്നെ ഇവിടെ 10 മണിയാകുമ്പോൾ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യും. പഠിക്കുകയാണെങ്കിലോ ഫോം വിളിക്കണം, എനിക്ക് പുറത്ത് പോയി ചെയ്യാം. പിന്നെ ഇയാളുടെ ക്ലാസ്സിലുള്ളവരെ മറ്റു റൂമിലുണ്ടെന്ന് കരുതി അവരെ വിളിച്ച് ഇവിടെ വരികയും ഇവിടെ നിന്ന് സൽക്കരിക്കൊന്നും ചെയ്യില്ല. താൻ അവരുടെ റൂമിൽ പോവുകയും ഹോളിൽ പോയി സംസാരിക്കാം. ഞങ്ങളുടെ ആരുടെയും ബക്കറ്റും മഗ്ഗും കണ്ട് തുണി അലക്കാനും കുളിക്കാനും നിൽക്കണ്ട. ഇയാൾക്ക് വേണം ഇയാൾ തന്നെ വാങ്ങണം. 6 പേർ കൂടിയാണ് ഈ ടോയ്ലറ്റ്. അപ്പം ഞങ്ങൾ രാവിലെ 6:40 ഞാൻ എഴുന്നേക്കും. അതിൻ്റെ പുറകെ അവൾ എഴുന്നേക്കും. അങ്ങനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ടൈമുണ്ട്. ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ 6 മണിക്ക് എഴുന്നേറ്റോ. കോളേജ് ബസ് എന്തായാലും 8:30 വരുള്ളൂ. പിന്നെ ആ സ്റ്റഡി ടേബിള് എനിക്കും അവൾക്കും ഉള്ളതാണ്. ബാക്കി എല്ലാവരും ബെഡിൽ ഇരുന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കുന്ന സമയം ആ ടേബിളിൽ ചെയറിൽ ഇരിക്കുകയൊന്നും ചെയ്യാൻ പാടില്ല. ആകെ 2 പ്ലഗ് പോയിന്റാണ് ഉള്ളത്. ഇയാൾക്ക് വേണമെങ്കിൽ നേരത്തെ ചാർജ് ആക്കണം. രാവിലെയോ രാത്രി എപ്പോഴെങ്കിലും ചാർജ് ആക്കി വെക്കണം. കോളേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് കുത്താൻ നിൽക്കല്ല. ഞങ്ങളുടെ ഓരോരുത്തരുടെ ഫോൺ ഞങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള. ഞങ്ങൾക്ക് ഇനിയിപ്പോൾ രാത്രി ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ മൊബൈലിൻ്റെ ഫ്ലാഷ് ഓണാക്കി വേണം പോകാൻ. ഉറങ്ങുന്നവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. പിന്നെ ആകെ കൂടെ ഒരു മിററേ ഇവിടെ ഉള്ളൂ. ഇയാൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് മിറർ വാങ്ങിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളിലൊക്കെ മുമ്പ് ഒരുങ്ങി മാറുക, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുങ്ങിയതിന് ശേഷം ഒരുങ്ങുക.